പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ആയുസ്സിൽ ഇന്നുവരെ കാണാത്ത ഒരു പുത്തൻ പ്രഭാതം കൂടി നമുക്ക് ദാനമായി തന്ന സർവശക്തനായ സർവസൃഷ്ടിതാവായ നമ്മുടെ അരുമരക്ഷകനായ യേശു കർത്താവിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരു വേദവചന ധ്യാനത്തോടെ നമുക്കിന്ന് ആരംഭിക്കുവാൻ തക്കവണ്ണം ആധാരമായി ഒരു വേദവചനം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34 അധ്യായം അതിൻ്റെ 16 വാക്യം. ഐസിയ ചാപ്റ്റർ 34 വേഴ്സ് 16. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തിയത്. അതിൻ്റെ അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു: അവനവയ്ക്കായി ചീട്ടിട്ടു, അവൻ്റെ കൈ അതിനെ അവയ്ക്ക് ചരടുകൊണ്ട് വിഭാഗിച്ചു കൊടുത്തു. അവ സദാകാലത്തേക്കും അതിനെ കൈവശമാക്കി തലമുറ തലമുറയായി അതിൽ പാർക്കും. 2 വസ്തുതകൾ അടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ വചനം പറയുന്നത് യഹോവയുടെ പുസ്തകം. ഇത് ഏതാണ് യഹോവയുടെ പുസ്തകം എന്നൊരു ചോദ്യമുണ്ട്. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുകയും അവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തിയത്. 2, കർത്താവ് അവയ്ക്കായി ചീട്ടിട്ട് വിഭാഗിച്ചു കൊടുക്കുന്നത്, തലമുറകൾ കൈവശമാക്കി വെച്ചിരിക്കുന്ന ഒന്ന്. ആദ്യ ഭാഗത്തേക്ക് നമുക്കൊന്ന് വരാം. യഹോവയുടെ പുസ്തകം. ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ദിവസങ്ങളൊക്കെ ഈ വചനം കേൾക്കുമ്പോൾ ഒരു വാചകം ഇങ്ങനെയുണ്ട്: യഹോവയുടെ പുസ്തകം. സ്വർഗത്തിൽ കർത്താവിന്റെ പുസ്തകങ്ങളുണ്ട്, ഓർമ്മയുടെ പുസ്തകമുണ്ട്, കർത്താവ് എഴുതി വെക്കുന്ന ജീവന്റെ പുസ്തകമുണ്ട്, സ്മരണയുടെ പുസ്തകമുണ്ട്, പല പുസ്തകങ്ങളുണ്ട്. ഇവിടെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകമാണ്. ഇത് ദൈവവചനമാണ്, ദൈവവിശ്വാസ്യമാണ്. കർത്താവിന്റെ ആത്മാവിനാൽ അത്രേ അത് രചിക്കപ്പെട്ടത്. അതുകൊണ്ട് ഇത് യഹോവയുടെ പുസ്തകമായിട്ട് നമ്മുടെ കരങ്ങളിൽ നൽകപ്പെട്ടിരിക്കുകയും നാം അങ്ങനെ വിശ്വസിക്കുകയും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇതിനെ പ്രമാണം എന്നാണ് നമ്മൾ ദൈവിക പ്രമാണം എന്നാ പറയുന്നത്. ഈ പ്രമാണം നമ്മുടെ കരങ്ങളിൽ കിട്ടിക്കഴിയുമ്പം അതിനകത്ത് യെശയ്യാ പ്രവാചകൻ വർഷങ്ങൾക്ക് മുൻപേ പ്രവചിച്ചു പറഞ്ഞ യഹോവയുടെ പുസ്തകം പ്രവചിച്ചു പറയുകയാണ്: യഹോവയുടെ പുസ്തകത്തിൽ വായിച്ചു നോക്കുവീൻ, അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ. അതെ, ഇന്ന് പ്രഭാതത്തില് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പം യഹോവയുടെ പുസ്തകത്തിലേക്ക് ഒന്ന് നോക്കിക്കേ, ഒന്ന് അന്വേഷിച്ച് നോക്കിക്കേ. ഇതിനകത്തെല്ലാം അടങ്ങിയിട്ടുണ്ട്. നിന്നെ നിത്യതയിൽ എത്തിക്കുന്നത്, ജീവനും ഭക്തിക്കും ആവശ്യമാകുന്നത്. ഇവിടെ നിന്റെ ആ കൺഫ്യൂഷൻ ആകുന്ന ഇടത്തു നിന്നെ നേർവഴിക്ക് നടത്തുന്നത്. അതുകൊണ്ട് വചനം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. സദൃശ്യം 22 പറയുന്നത് ബാലന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? തന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. എല്ലാ വചനവും ദൈവനിശ്വാസ്യമാകുന്നു. ദൈവിക വചനം അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ഈ വചനം ലോഗോസ് എന്ന സാർവത്രികമായി നമ്മുടെ അടുക്കൽ വെളിപ്പെട്ടിട്ടുള്ള ലോഗോസ് എന്ന വചനം. ലോഗോസ് എന്ന് പറയാൻ വചനമാ, അത് സാർവത്രികമായി നമുക്ക് കിട്ടിയിട്ടുള്ള വചനം. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 1:1 പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, ആദിയിൽ ലോഗോസ് ഉണ്ടായിരുന്നു, ലോഗോസ് ദൈവമായിരുന്നു, ലോഗോസ് ദൈവത്തോട് കൂടിയായിരുന്നു. ഈ ലോഗോസ് നമ്മുടെ ഇടയിൽ കൃപയും സത്യവും നിറഞ്ഞവനായി ജഡത്തിൽ വെളിപ്പെട്ടു. അതാണ് യേശു ക്രിസ്തു. യോഹന്നാൻ അന്നത്തെ ഗ്രീക്ക് തത്വചിന്തയോട് കിടപിടിക്കത്തക്ക നിലയില് യോഹന്നാൻ അതൊന്ന് പ്രൂവ് ചെയ്യുക, യോഹന്നാൻ അത് വെളിപ്പെടുത്തുക. ലോഗോസ് അത് യോഹന്നാൻ വെളിപ്പെടുത്തുക. പക്ഷെ ഈ ലോഗോസ് സാർവത്രികമായി എല്ലാവർക്കും വേണ്ടിയുള്ള പുസ്തകമാണ് ലോഗോസ്. പക്ഷെ ഈ ലോഗോസിനെ ഒന്നുകൂടെ തിരുവചനത്തിൽ ലോഗോസ് അല്ലാതെ മറ്റൊരു പദം കൂടി വചനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ പദം റേമയാണ്. ലോഗോസ് എല്ലാവർക്കും വേണ്ടിയുള്ളതാ. ഇത് ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും ലോഗോസ് ഉണ്ട്. ദൈവവചനം, ബൈബിൾ, വിശുദ്ധ വേദ പുസ്തകം, ക്രിസ്ത്യാനികളുടെ പുസ്തകം, ക്രിസ്തുവിന്റെ പുസ്തകം, ക്രിസ്തുവിന്റെ ചരിത്രം, ഇതെല്ലാവർക്കും വേണ്ടിയുള്ളത്. ഡോക്ടർ എസ് രാധാകൃഷ്ണനും മഹാത്മാഗാന്ധിക്കും മാർട്ടിൻ ലൂതർ കിങ്ങും ജോർജ് ഡബ്ല്യു ബുഷും എബ്രഹാം ലിങ്കനും എല്ലാവർക്കും ബൈബിൾ അറിയാം. എല്ലാവരും ഉപയോഗിച്ചത് ബൈബിൾ തന്നെയാണ്. പക്ഷെ ചിലരോട്
ഈ പുസ്തകത്തിലെ വചനം ചിലരോട് ഇടപെട്ടത് നമുക്കറിയാം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോഴും എല്ലാവരോടും പറയുന്നത് പോലെ എല്ലാ വചനം പറയുന്നത്. ചിലരോട് ഈ വചനം ആഴത്തിൽ ഇടപെടുന്നു, ചിലരോട് സ്പർശിക്കുന്നു. അതിന് പറയുന്ന മറ്റൊരു വാക്കാണ് റേമ. റേമ. 12 ശിഷ്യന്മാർ ഒരുപോലെ നിൽക്കുമ്പോൾ പത്രോസ് മാത്രം ചോദിച്ചു, കർത്താവേ, ഞാൻ ഈ വെള്ളത്തിൽ, അങ്ങല്ലേ വെള്ളത്തിൽ നടക്കുന്നത്, ഞാൻ വെള്ളത്തിൽ നടന്നു വരട്ടെ? യേശു തിരിച്ചൊരു മറുപടി പറഞ്ഞു. അതിനകത്ത് പത്രോസ് എന്ന് വാക്കില്ല, വരിക, വരിക. ഈ വരിക, കം, വരിക എന്ന് പറയുമ്പം പത്രോസ് മാത്രം ആ വചനം കേട്ടിട്ട് പറഞ്ഞു, ആ വചനം എനിക്ക് വേണ്ടിയുള്ളതാ, ഈ വചനം എന്റേതാ. അതാണ് റേമ. ലോകോ സാർവത്രിക വചനം അവൻ്റെതായിട്ട് ഏറ്റെടുക്കുമ്പോൾ അതിന്റെ പേര് റേമയായിട്ട് മാറും. അപ്പോൾ ഈ വചനം തളർന്നിരിക്കുന്ന ഒരുവൻ ഈ വചനം ഏറ്റെടുക്കുമ്പോൾ അവനെ ബലപ്പെടുത്തുന്നതായിട്ട് മാറും. ഒരുവൻ വിലാപത്തിനകത്ത്, സങ്കടത്തിനകത്ത്, വേദനയ്ക്കകത്ത് കിടക്കുമ്പോൾ അവൻ ആശ്വാസകരമായിട്ട് മാറും. ഒരുവൻ മുറിഞ്ഞിരിക്കുമ്പോൾ മുറിവ് കെട്ടുന്നതായി മാറും. നല്ല ശമരിയക്കാരനെ പോലെ ഒരുവൻ വഴിവെക്കൽ കിടന്ന് ആരോരും ആശ്രയമില്ലാതിരിക്കുമ്പോൾ ഈ ശമരിയക്കാരനാകും നല്ല കർത്താവ് ആശ്വാസപ്രദനായി മാറും. ആർക്കും വേണ്ടാതിരിക്കുന്ന ശമരിയക്കാരുടെ അടുക്കൽ ചെല്ലുന്നവനായി മാറും. വർഷങ്ങളായി കുളത്തിന്റെ കരയിൽ കിടക്കുന്ന, ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഒരുവന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഈ വചനം ജീവന്റെ വചനമാകും, എഴുന്നേൽപ്പിക്കുന്ന ദൈവവചനമായി മാറും. മരിച്ചു 4 ദിവസമായി നാറ്റം വെച്ചു കല്ലറയ്ക്കകത്തിരിക്കുന്ന ലാസറിന്റെ അടുക്കലേക്ക് ഈ വചനം ചെന്ന് ലാസറെ പുറത്തു വരിക എന്ന് പറയുമ്പോൾ മരിച്ചതിനെ ജീവിപ്പിക്കുന്നതായി മാറും. ഹല്ലേലൂയ. അതേ 18 വർഷമായി കൂനിയായി ഒരു സ്ത്രീ ദേവാലയത്തിനകത്തിരിക്കുമ്പോൾ ആ സ്ത്രീയോട് ഈ വചനം പറയുമ്പോൾ ആ സ്ത്രീ എഴുന്നേറ്റ് നടക്കുമ്പോൾ ആ സ്ത്രീയെ അത് ബലപ്പെടുത്തുന്നതായി മാറും. അത് ജീവിപ്പിക്കുന്ന, സൗഖ്യമേക്കുന്ന, ആ ദുരാത്മാവ് വിട്ടുപോകുന്നതായി മാറും. ഗദരദേശത്തെ ഭൂതഗ്രസ്തനായ മനുഷ്യൻ, അതേ ലഗ്യോൻ ബാധിച്ച മനുഷ്യൻ, 6000 സംഘങ്ങൾ ഭൂതങ്ങളുള്ള ആ മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഈ വചനം കൽപ്പിക്കുമ്പോൾ അവൻ സ്വതന്ത്രനായി മാറും. സാധാരണ മനുഷ്യനെ പോലെ ദൈവത്തെ അറിയുന്നവനായി മാറും. അതാ ഈ വചനത്തിന് പ്രത്യേകത. കുരുടന് സൗഖ്യമായി ഈ വചനം മാറും. ഈ വചനം പറയുന്നു, ആ വചനമാണ് പറയുന്നത്, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ഈ നാമം നമ്മളെ രക്ഷിക്കുന്നത്, ഇതെന്റെയാകുമ്പോൾ നമ്മളെ രക്ഷിക്കുന്ന വചനമായി മാറും. ഈ വചനം അതേ യോഹന്നാൻ 3:16 ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്ന ദൈവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ വചനം അത് നമ്മുടെ ജീവനായി മാറും. കർത്താവ് നമ്മുടെ രക്ഷകനായി മാറും. ഹൃദയം കൊണ്ട് ഏറ്റുപറയുകയും വായു കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടും. ഈ വചനം പറയുമ്പോൾ നമ്മുടെ രക്ഷകനായി, നമ്മൾ രക്ഷിക്കപ്പെട്ട കർത്താവിന്റെ അനുഗാമിയായിട്ട് മാറുന്നു. ഈ വചനം നമ്മളെ ജീവിപ്പിക്കുന്നു. ഈ വചനം ഈ ലോക ജീവിത യാത്രയിൽ നമ്മൾ തളരുമ്പോൾ ആ വചനം പറയും, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമുക്ക് ജയിക്കാനുള്ള ശക്തി തരുന്നതായി ഈ വചനം മാറും. ഹല്ലേലൂയ. ഈ വചനം നമ്മളെ ക്ഷീണിക്കുമ്പോൾ നമ്മളെ ബലപ്പെടുത്തും. അതേ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കാൻ പാപികളാൽ ഇങ്ങനെയുള്ള ഉപദ്രവം നേരിട്ടവനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊള്ളുവിൻ. ആ വചനം കേൾക്കുമ്പോൾ ക്ഷീണിച്ചിരിക്കുന്നതിന് ബലം പകരും. ആ വചനം കേൾക്കുമ്പോൾ അതേ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നൊരു ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നിരും. ഈ വചനം നമ്മളെ ജീവിപ്പിക്കും, തളർന്ന് കിടക്കുന്നവരെ ശക്തിപ്പെടുത്തും. ഇനിയും പറ്റുന്നില്ല, മരിക്കാറായി കിടക്കുന്ന ഒരുവന്റെ അടുക്ക, മരിക്കാറായി ചൂരച്ചെടിയുടെ താഴെ കിടന്ന് കർത്താവേ മരിച്ചാൽ മതി എന്ന് പറയുന്നവരുടെ അടുക്കൽ ഇറങ്ങി വന്ന് ഈ വചനം ആ ജീവന്റെ അപ്പമായി മാറുമ്പോൾ അത് ജീവിപ്പിക്കും, നടക്കാനുള്ള ശക്തി തരും, ദൗത്യ പൂർത്തീകരണത്തിലുള്ള ശക്തി തരുന്ന വചനമായി മാറും. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള 66 പുസ്തകങ്ങൾ ഈ വചനം നിന്നോട് സംസാരിക്കും. കുഞ്ഞെ, നീ വചനം വായിച്ചോ, നീ വചനം ഇടപെട്ടോ, നീ വചനം കേട്ടോ. ഇത് വായിക്കുന്നവരും വായിച്ചു കേൾപ്പിക്കുന്നവരും ഭാഗ്യമുള്ളവർ. ഇതനുസരിക്കുകയും ഇത് പ്രസംഗിക്കുകയും അനുസരിക്കുകയും ചെയ്തവർ സ്വർഗത്തിൽ ഏറ്റവും വലിയവരെന്ന് വിളിക്കപ്പെടും. ഈ വചനം കേൾക്കുമ്പോൾ കുഞ്ഞെ, നീ വായിച്ചോ, ഇത് നിന്നോട് സംസാരിക്കും. ഈ മെസ്സേജ് കേട്ടോ, ഈ വചനത്തിന്റെ മെസ്സേജ് കേട്ടോ, ഇത് നിന്നോട് ഇടപെടും. ഈ വചനം നിനക്ക് ഈ രാത്രിയിൽ നിനക്ക് കൂരിരുട്ടിൽ പ്രകാശമായി മാറും. നിന്റെ ഒറ്റപ്പെടൽ നിനക്ക് സഹായമായി മാറും. നീ തളർന്നു പോകുമ്പോൾ നിന്നെ ജീവിപ്പിക്കും. പെരുവെള്ളത്തിനകത്തൂടെ കടക്കുമ്പോൾ അത് നിന്നെ മുക്കി കളയാതിരിക്കും. അഗ്നിക്കകത്തൂടെ, തീക്കകത്തൂടെ നടക്കുമ്പോൾ നീ വെന്തു പോകാതിരിക്കും. കാരണം വചനം നിന്നെ ജീവിപ്പിക്കും. ഈ വചനം ഇവിടെ മാത്രമല്ല കുഞ്ഞെ, ഈ ലോകത്തിൽ മാത്രമല്ല. ലോകം നിന്നെ പകയ്ക്കും, കർത്താവിനെ പകച്ചോട് പകയ്ക്കും, പക്ഷേ അതിനകത്ത് ജയം തരും. ഇവിടെ മാത്രമല്ല, ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തന്ന് ഇവിടത്തേക്ക് വേണ്ടി മാത്രമല്ല, നിത്യത വരെ എത്തിക്കുന്ന ദൈവവചനം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഈ ആയുസ്സിൽ മാത്രം
പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. അല്ല, നമ്മൾ ഈ ആയുസിൽ മാത്രമല്ല, ഈ ആയുസിനേക്കാൾ കൂടുതൽ ഇവിടെ ഒരു ട്രയൽ മാത്രമോ, ഈ ആയുസിനേക്കാൾ കൂടുതൽ നിത്യതയിൽ എത്തിക്കുന്നതായി ദൈവവചനം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞേ, നിന്നെ ഈ വചനം നിത്യതയിൽ എത്തിക്കും, നിന്നെ നിത്യരാജ്യം വരെ എത്തിക്കുന്ന ദൈവവചനം. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ തളർന്നിരിക്കുന്നവരെ ജീവിപ്പിക്കുന്ന, ഒറ്റപ്പെട്ടതിനെ കൂടെയാക്കുന്ന, ഇനിയുമില്ലെന്നവർ നിരാശയിൽ തല ഉയർത്തിപ്പിടിക്കുന്ന, കർത്താവിന്റെ ശക്തി വ്യാപരിക്കുന്ന, ദൈവശക്തി നിന്നിലേക്ക് പകരുന്ന, കർത്താവിന്റെ ശക്തി നിന്നിൽ ജീവൻ പകരുന്ന ദൈവശക്തിയാക്കി ഈ വചനത്തെ മാറ്റും. യഹോവയുടെ പുസ്തകത്തിൽ വായിച്ചന്വേഷിച്ചു നോക്കുവിൻ, അവയിലൊന്നും ഇല്ലാതിരിക്കുകയില്ല, അവയിൽ ഇണയില്ലാതിരിക്കുക. നിന്റെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നിത്യത വരെ എത്തിക്കുന്നത് ഇതിനകത്തുണ്ട്. ആത്മാവിൽ ഈ വചനം ഏറ്റെടുക്കട്ടെ. ദൈവജനം അനുഗ്രഹിക്കപ്പെടട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഈ കേൾക്കുന്ന വചനം റേമയായി പതിക്കുവാൻ തക്കവണ്ണം ദൈവജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. റേമയായി ഈ വചനം അവരവരുടേതായി ഏറ്റെടുക്കട്ടെ. ആത്മാവിൽ അനുഗ്രഹിക്കുന്നു. വചനം പ്രമാണിക്കുന്ന, വചനം അനുസരിക്കുന്നതിന്, നിത്യതയിൽ എത്തിക്കുന്ന ദൈവത്തിന്റെ വചനം. അതേ, ഞാൻ നിങ്ങൾക്ക് ഭവനമുണ്ട് ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി ഭവനം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് വീണ്ടും വന്നിട്ട് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ആ കർത്താവിന്റെ വാക്തത്വത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന പിതാവേ, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി നിത്യഭവനം ഒരുക്കുന്നതിനായി നന്ദി പറയുന്നു. ആ വചനം അങ്ങനെ തന്നെ ഏറ്റെടുക്കുന്നു. ഈ വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവിക വാക്തത്വങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിലും ദൈവവചനത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ. കർത്താവിന്റെ കരം കൂടിയിരിക്കുന്നതിനായി നന്ദി. കർത്താവിന്റെ സാന്നിധ്യത്താൽ ഞങ്ങൾ നിരക്കുന്നതിനായി സ്വന്തം തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകല മാനവത്തോട് നിൽക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമ്മൾ വീണ്ടും കാണും വരെ കർത്താവിന്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു സോ മച്ച്.